ഇരിക്കുന്ന കണ്ടാല് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ജിന്നോട് സംസാരിക്കും അവരുടെ അടുത്തൊക്കെ. അതൊക്കെ ഒരു നല്ല കഴിവാണ്. ഇൻട്രസ്റ്റിങ്ങും അതുപോലെ ഭയങ്കര എന്താ പറയാ സന്തോഷത്തിലാണ്. അപ്പൊ നമ്മള് കൂടുമ്പോൾ മുമ്പുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും എല്ലാ ബന്ധങ്ങളും നമ്മൾ കൂടുമ്പോൾ തന്നെ അതിനുള്ള ഇമ്പം ഒരു എന്താ പറയാ നല്ല മുഹൂർത്തങ്ങൾ കൈമാറാനും എന്നും നമുക്ക് ഓർത്ത് വെക്കാനും പറ്റിയത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തുറന്ന് സംസാരിച്ചു. അമ്മാൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഉമ്മാനെ സംബന്ധിച്ച് ഉമ്മയുള്ളതിൽ ഫസ്റ്റ് പേഴ്സൺ. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഉമ്മാനായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമെങ്കിലും ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഈ ഒരു യാത്ര. ഒരുപാട് പിന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അർപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ പോലെ നമുക്ക് ഒരുമിച്ച് എന്നും പോകണമെന്ന് ഇങ്ങനെ ഉമ്മ പറയാറുണ്ട്. അപ്പം ഉമ്മാക്കത് വളരെ സന്തോഷമായിട്ട് ഉമ്മ ആത്മാർത്ഥമായിട്ട് അത് പറഞ്ഞല്ലോ. നമ്മുടെ മക്കളെല്ലാവരും കൂടി യാത്ര ചെയ്ത് വളരെ സന്തോഷമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ട് പറഞ്ഞത് തന്നെയാണ്. പിന്നെ അമ്മക്ക് നമ്മളൊരു സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കുന്നത് തന്നെ നമ്മളെപ്പോഴും നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഉമ്മാൻ്റെ കൂടെ ആമാനും കൊണ്ടുപോകുന്നത്. നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ആമാനുമായിട്ടുണ്ട്. ഇപ്പം ജെസ്സി പറഞ്ഞല്ലോ പാലൊഴിച്ച കഥ, അതുപോലെ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഏടൂരാകുമ്പോൾ അതേപോലെ പാല് കുടിക്കായിട്ട് രാത്രി അന്ന് അവിടെ പശു ഉണ്ടായിരുന്നത്. അപ്പം നമുക്കൊന്നും അത് അത്ര അവൈലബിൾ അല്ല, എപ്പോഴും മിൽമയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അത് ആമ കുടിക്കായിട്ട് രാത്രി സിങ്കിലാണ്ട് വെച്ച് ഞാൻ വിചാരിച്ചു ആമ കുടിച്ചോളുന്നത്. എനിക്ക് പാലിഷ്ടമില്ലായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പത്തായപ്പുരൻ്റെ അവിടെ പത്തിരി ചുട്ട സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും പുറത്തൊരു പത്തായപ്പുരകൾ ഒരു ഭയങ്കര രസമായിരുന്നു അവിടെ. അപ്പോൾ അവിടെ വലിയൊരു കുട്ടികൾക്കൊന്നും അറിയില്ല ഒഴിഞ്ഞിട്ട് വരുമ്പോൾ പുറത്തോട്ട് വല്യമ്മ പറയും 10 പ്രസവിച്ചിട്ടും വല്യമ്മാനെ കെയർ ചെയ്ത് വല്യപ്പ ഈ കാഞ്ഞിരപ്പാത്തിയിലിട്ടിട്ട് എണ്ണപ്പാത്തിയിൽ ഒഴിച്ചിൽ നടത്തുന്നു. അപ്പോൾ അതൊരു ആൾരൂപം പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതോടൊക്കെ ഞങ്ങൾ അതിൻ്റെ മത്താപ്പൂരിൻ്റെ മേലൊക്കെ കയറി കളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം അവിടെ പത്തിരി ചുടുന്ന പിന്നെ കൊലയിലായിരുന്നു. അന്നേരം ആമ ഇതുപോലെ പത്തിരി തിന്നായിട്ട് ഞാനും റൈസിലൊക്കെ തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആമ അവിടെ വലിച്ചെറിഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല രസകരമായിട്ട്. പിന്നെ ആസി 2 വയസ്സാകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ തള്ളി പറയാൻ പറ്റില്ല. കാരണം ഉമ്മ എപ്പോഴും പറയാറുണ്ട്. അല്ല അതല്ല പറയട്ടെ, ഞാനവളത് പറഞ്ഞപ്പോൾ കുറേ കളിയാക്കി. പക്ഷേ പിന്നെ കുട്ടിക്കാലത്ത് ഉമ്മ പറഞ്ഞാൽ നമ്മളെ മുമ്പിലൊരു വലിയ കുളമാണല്ലോ, ആ കുളത്തിൽ തെക്കിയിലത്തെ കുഞ്ഞുമോനാത്തിയും മൂത്താത്തിയും രാവിലെ പായ എഴുതാനൊക്കെ വരുന്നു. ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ലാന്നാ പറയണത്. പക്ഷെ എനിക്കെപ്പോഴും ഞാനത് കണ്ട ചില കേൾവികളൊക്കെ നമുക്കൊരു റിയലായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു സിനിമ കഥ പോലെ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യാം. അവർ വന്നതും പായ കഴുകിയതും ശരിക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്താ പറയുക ഇൻ്റലിജൻറ്റ് പേഴ്സൺ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാം നല്ലതിനായിരുന്നു, എല്ലാം നല്ലതിനാവട്ടെ. ഒരുപാട് സന്തോഷം നിമിഷങ്ങൾ തന്ന എല്ലാവർക്കും ഒരുപാട് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ എന്താ പറയുക ഭാഷയിൽ നിന്ന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇനിയും നമുക്കൊരുപാട് ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാനും ആരോഗ്യത്തോടുള്ള ആയുസ് തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വേണമെങ്കിൽ ജെസ്സിക്ക്, റിയക്ക്, അസിക്കൊക്കെ പാട്ട് പാടാം. പിന്നെ റീസലും സംസാരിച്ചിട്ടില്ല. റീസല് ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഉള്ള സമയമാണ് നമ്മുടെ ഒരു 1 മന്ത് വെക്കേഷൻ. യൂഷ്വലി നമ്മളൊക്കെ വെച്ചാൽ ഒരു 11 മാസം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കാത്തിരുന്ന് 1 മാസം വെക്കേഷൻ വരാനാണ്. അപ്പോൾ ഇന്നൊക്കെ കൃത്യം എൻ്റെ വെക്കേഷൻ വന്നിട്ട്, ഇപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ വന്നിട്ട് 30 ദിവസമായി. ഇത് നാളെ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ എല്ലാ വെക്കേഷനും സ്പെഷ്യലാണ്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു വെക്കേഷനാണിത്. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉമ്മ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുമ്മൂന് 5 മക്കൾ ഒരുമിച്ചൊരു യാത്ര, കുഞ്ഞോളും കൂടെ, അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെയോ കാര്യം കൊണ്ട് നമുക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഇല്ലാണ്ട് പോയിരുന്നു. പക്ഷേ എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് കഴിയട്ടെ. ഇങ്ങനെ ചെറിയ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഓക്കെ, ആ ടോപ്പിക്ക് വേണ്ടതല്ല, നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഷെയറായിട്ട് പോകുമെന്നുള്ളതാണ്. അർഫ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്കും നമ്മളിപ്പോൾ അവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റോടെ നമുക്കെല്ലാം പോകാം.
ആകെ എനിക്കൊരു ചെറിയ കാര്യം വിഷമമുള്ളത്, എനിക്ക് സൈറിഷൊക്കെ ചോദിച്ചാൽ അത്രയും നല്ലപോലെ അവർക്ക് പാട്ട് പാടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ ബാക്കി സമയം കിട്ടുകയാണെങ്കിൽ പാടിക്കൊടുക്കും. കുട്ടികൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും സൈറിഷിനായാലും സാനിഷിനായാലും, സാനിഷ് ഇപ്പോൾ അത് കറക്റ്റ് പാട്ട് ഇഷ്ടമായി എന്ന് പറയാൻ അറിയില്ല, പക്ഷെ അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം. പിന്നെ എന്താണ് നമ്മൾ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ ഇപ്പം എന്താണ്, ഇപ്രാവശ്യം വെക്കേഷൻ വന്നിട്ടേ പലപ്പോഴും ഇപ്പോൾ നാട്ടിലൊക്കെ വന്നാൽ അക്കു പറയും ഈ വീട്ടിൽ വന്നിട്ട് കാറ് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ക്ലാസ് കയറ്റിയിട്ടുണ്ട് പോകും, ആരും കാണില്ല. ഇപ്രാവശ്യം വന്നിട്ട് കുറച്ച് നടന്നും പുറത്തൊക്കെ പോയപ്പോ ഭയങ്കര ഒരുപാട് പേരെ കണ്ടു. അങ്ങനെ ഇപ്പോ തിരൂരൊക്കെ പോയപ്പോ ഉപ്പ പോകുന്ന കുറെ കടകളിൽ, പല കടകളിലായിട്ട് ഇപ്പോ എനിക്ക് കുട്ടിക്കാലത്തൊരു ഓർമ്മ, സാധാരണ ഉപ്പ ഒരു 1.5 വർഷമൊക്കെ നിന്നിട്ട് 6 മാസം നാട്ടിൽ നിൽക്കുക. അപ്പൊ ഉപ്പ ഉച്ചക്ക് ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നീറ്റ് ടൗണിൽ പോകും. അപ്പൊ കയ്യും പിടിച്ച് കൊണ്ടുപോകും നമ്മളെ. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു ഓർമ്മയാണ്. അപ്പൊ ഓരോ കടയിൽ പോകുമ്പോഴും അലിയച്ചിന്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്താ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ മോൻ നല്ലോണം പഠിക്കുന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. മിഠായി വരും, അങ്ങനെയൊക്കെ കുറെ കടകളിൽ കയറാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ടൗണിലൊക്കെ മെമ്മറീസ് എനിക്ക് ഓർമ്മ വന്നു. വേറെ ചെറുപ്പകാലത്തിൽ നമ്മുടെ എല്ലാവരും ഇപ്പൊ ഷാജി, അറഫ എല്ലാവരും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അറഫയുടെ പഴയ ചെറുപ്പത്തിലെ മെമ്മറി വെച്ചാല് നമ്മള് പലപ്പോഴും വലിയ കുട്ടികൾക്ക് കുറെ കൺസിഡറേഷൻ കിട്ടുന്ന പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനും ഷാജിയൊക്കെ കുറെ ഫോട്ടോസിലുണ്ട്. റിയ ഉണ്ട്, ജെസിയുടെ കുറച്ച് കുറവാണ്. അപ്പൊ അർഫന്റെതും കുറച്ച് കുറവ്. അർഫന്റെ ഫസ്റ്റത്തെ കുറച്ചുണ്ട്, പിന്നെ കുറച്ച് കുറവാണ്. ജെസിയുടെ ഒരു ഫോട്ടോയിലൊക്കെ ഒരു സൈഡിൽ നിൽക്കേണ്ട ഫോട്ടോ കട്ട് ചെയ്ത് ഞാൻ പ്രാവശ്യം വന്നിട്ട് ആൽബങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ, പക്ഷെ പലതേതോ അലമാറയിൽ ലോക്ക്ഡ് ആയിട്ട് കിട്ടിയില്ല. അതേപോലെ അർഫയുടെ ചിലപ്പോ ഫൈറിഷിനൊക്കെ പ്രായത്തിലായിരിക്കാം. അപ്പൊ നമ്മുടെ തറവാട്ടില് കിച്ചണൊക്കെ ഭയങ്കര റഫ് ഇതാണ്. അപ്പൊ അതിലിങ്ങനെ മുട്ടുത്തി നടക്കണ്ടാവും ആള്. ഉമ്മയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു കട്ടിയുള്ള ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഓർമ്മ അങ്ങനെയുണ്ട്. പിന്നെ വേറെന്താണ്, അവിടെ ചെറുപ്പത്തിലെ പുറത്തൊരു പോയി നിൽക്കുന്നതും അല്ലെങ്കിൽ ആമാൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. ആമ എപ്പോഴും ഒരു പ്രത്യേക സ്നേഹം നമ്മളോടൊക്കെ ഉള്ള പോലെ തോന്നാറുണ്ട്. ഏത് സമയത്ത് നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് ആമാല്. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങള്. വേറെന്താണ് പറയാന്, പിന്നെന്താ ഇടയ്ക്ക് ഇവിടെ ഒരു പെണ്ണ് കാണാൻ ടോപ്പിക്ക് വന്നു. പെണ്ണ് കാണാനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അതിനും ആമ ഒരു റോളുണ്ട് തോന്നുന്നു അല്ലേ. ഇങ്ങനെ ആമ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൂടിയാണ് നമ്മളിങ്ങനെ പരിചയപ്പെട്ടത്. ഇത്ര ഒരു കൂടി പരിചയപ്പെട്ടുള്ളത്. അപ്പൊ പെണ്ണ് കാണാനെ പറ്റി എനിക്ക് ഓർമ്മയുള്ളത്, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടിയിരുന്നില്ല അറഫ പോയ പോലെ ഒന്നും. അപ്പോ നമ്മൾ സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് സീറ്റ പറഞ്ഞു അവിടെ വീട്ടുകാരൊക്കെ ഭയങ്കര എന്താണ് ഇമ്പ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു, എനിക്കറിയില്ല. ചുമ്മാ മറ്റേ പണ്ടാര പറഞ്ഞല്ലോ, CID മൂസയില് ദിലീപ് പറഞ്ഞ ഈ വണ്ടി തള്ളാൻ വേറെ ആരുടെ സഹായം വേണ്ട, വണ്ടി തന്നെ. അതേപോലെ ചെറുതായിട്ട് തള്ളിയാണ് പ്രശ്നമാക്കണ്ട. അത് ഞാൻ തരാം. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോവാം. പറയാനുള്ള വേറെ കാര്യം, പെണ്ണ് കാണല് നമ്മള് കുറച്ചു നേരം മാറി സംസാരിക്കണം എന്ന് പറഞ്ഞു. മുമ്പൊക്കെ മാറി സംസാരിക്കൽ കുറവാണ് ഈ പെണ്ണ് കാണല്. ഇപ്പൊ ഞാൻ പെണ്ണ് കാണല് 17 കൊല്ലം മുമ്പാണല്ലോ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചു. എന്നാലും എനിക്ക് കുറെ ഒരു കൺസേൺസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോ ഈ കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നമ്മള് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത്, ഒരു സീരിയസ് റിലേഷൻഷിപ്പ് പോകുന്നത് ഒരു മോസ്റ്റ്ലി ലൈഫ് ലോങ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അടുത്തിടപഴകിയിട്ട് അവരുടെ വാല്യൂസായിട്ട് നമ്മൾ മാച്ച് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു ചെറിയൊരു ഇത്. അതിപ്പോൾ ആരായാലും ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നിങ്ങൾ പിന്നെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്. ഞാൻ അസീനെ കണ്ട് ഒരു മിനിറ്റ് മേ ബി സംസാരിച്ചു. നമ്മള് ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഫ്യൂച്ചർ അർപ്പ ചോദിച്ച പോലെ തന്നെ, പിന്നെ പഠിച്ചിട്ട് എന്താ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആവശ്യത്തിന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ കേട്ടിരുന്നു. ഞാൻ വന്നിട്ട് ഞാൻ റിയനെ കൊണ്ട് വിളിപ്പിച്ചു. അസീന്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മള് വഴിയിൽ മീറ്റ് ചെയ്തു. ഈ പറഞ്ഞ അടുത്തിടപഴകാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടൊരു ക്ലാരിഫൈ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ നിർത്തി. അങ്ങനെ